കപ്പമ്പുഴപ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ചങ്കിലെ ചൈനയും ഖൽബിലെ തുർക്കിയുമാണ്. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ തമ്മിൽ യോജിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. അതിലൊന്ന് ചങ്കിലെ ചൈനയാണ്. ചൈനയെ പറ്റിയിട്ട് ഒരു പരാമർശവും പരസ്യമായിട്ട് നടത്താതിരിക്കാൻ രണ്ട് പാർട്ടികളും പരമാവധി ശ്രദ്ധിക്കും. കാര്യം ചൈനയെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ വികാരം അവർക്കെതിരായിട്ട് തിരിയുമെന്ന് അവർക്ക് രണ്ടുപേർക്കും നല്ല ഒന്നാണ്. ചൈനയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ദേശീയ അന്തർദേശീയ നയങ്ങൾക്കെതിരാവും. അതുകൊണ്ട് അവർക്ക് അതിനെ പറ്റിയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ നിന്നാണല്ലോ അവർക്ക് ചെലവിന് കൊടുക്കുന്നത്. CPIക്ക് പണ്ട് റഷ്യയെന്നും CPMന് ചൈനയിൽ നിന്നാണ് ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരൊക്കെ തന്നെ സ്വയം നിർണയ അവകാശത്തിലോട്ടൊക്കെ പോയി എന്നാണ് പറയുന്നത്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു. ഇപ്പം എല്ലാവരും കൊടുവാളുമായിട്ട് ഇറങ്ങിക്കുകയാണ് മോഡിയെ വെട്ടാൻ വേണ്ടിയിട്ട്. ഓഡിറ്റ് ചെയ്യണം, കണക്ക് കാണിക്കണം, നമ്മൾ എത്ര പേരെ കൊന്നു, കൊല്ലാൻ നേരത്ത് കൊന്നവരാരൊക്കെ, അവരിട്ടിരുന്ന ഡ്രസ്സ് എന്തൊക്കെയാണ്, അവർ ബട്ടൺ ഇട്ടിട്ടാണോ കൊന്നത്, ഈ വിവരങ്ങളൊക്കെ കർണാടകയിലെ ഒരു കോൺഗ്രസ് MLA അറിയിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന് യുദ്ധം ഒട്ടും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഗാന്ധിയനായിട്ട് യുദ്ധം ഒട്ടും ഇഷ്ടമല്ല. എന്നാൽ ഈ ഇന്ത്യ നടത്തിയ കാർഗിൽ യുദ്ധം പോയിട്ട് ബാക്കി എല്ലാ യുദ്ധങ്ങളും കോൺഗ്രസിന്റെ ഭരണകാലത്താണ് നടന്നത് എന്ന് അദ്ദേഹത്തിന് ഓർമ്മിക്കാൻ ഒട്ടും ഇഷ്ടമില്ല. യുദ്ധം ഇഷ്ടമല്ലാത്ത പോലെ തന്നെ ഇങ്ങനെയുള്ള ഓർമ്മകളും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ യുദ്ധമൊന്നും വേണ്ട, വെറുതെ രണ്ട് വിമാനങ്ങളെടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടിങ്ങനെ വന്നെന്നാണ് പറയുന്നത്. ആ ഏതെങ്കിലും ഒരു ജെറ്റിന്റെ പുറകെ അദ്ദേഹത്തെ ഒന്ന് കെട്ടിയിട്ടിരുന്നെങ്കിൽ ലോകത്തിന് മോക്ഷം കിട്ടിപ്പോയത്. അദ്ദേഹത്തിന് അറിയത്തില്ല ഇതെന്താ സംഭവം. കതറുവിട്ട് വെയിലും കൊണ്ട് വേർത്ത് വോട്ട് പിടിക്കുന്ന പോലെ അല്ല വിമാനം പറത്തുന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയത്തില്ല. ഇനി അടുത്ത് ഈ യുദ്ധത്തിൽ നമുക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചതും പരസ്യമായിട്ട് പിന്തുണ കൊടുത്തതും ഖൽബിലെ തുർക്കിയാണ്. നമ്മുടെ ചിന്തേച്ചിക്ക് കാബൂളിൽ വിസ കൊടുക്കാത്തതുകൊണ്ട് കാബൂളിലെ നഗരങ്ങളിലെ സൗന്ദര്യം നുകരാൻ പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അലർന്നുണ്ടായിരുന്നു. ശരിക്കും ഈ പറഞ്ഞൊരു വിമർശനം ശരിയാണ്. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറുമ്പോഴത്തേക്ക് ശൈലി കുറച്ച് മാറിപ്പോകുന്നുണ്ട്, മൈക്ക് കാണുമ്പോ നാഗവല്ലി ആവുന്നൊക്കെ കൂട്ടുകാര് കളിയാക്കാണ്. ഖൽബിലെ തുർക്കിയാണേ കളയാൻ പറ്റൂ. പ്രത്യേകിച്ചും ചൈനീസ് മധുര പാർട്ടി കോൺഗ്രസിൽ ബാക്കി സഹാക്കളെല്ലാവരും ചുവന്ന കഫിയ അണിഞ്ഞപ്പോഴത്തേക്ക് ബേബി സഖാവും വൃന്ദക്കാരായിട്ടും പച്ച കഫിയാണ് അണിഞ്ഞത്. എന്തിനാ നമ്മളിട്ട് കുറയ്ക്കുന്നത്? കഫിയ എന്തായാലും ഇടുന്നു, പിന്നെ എന്തിനാ ചോപ്പിടുന്നത്? അങ്ങ് പച്ച ഇട്ടളാന്ന് വിചാരിച്ചു, പച്ചയ്ക്ക് അങ്ങ് ചെയ്തു, നന്നായി. അടുത്ത ഇലക്ഷന് നമുക്ക് വോട്ട് പിടിക്കാം. മലപ്പുറം ജില്ലയിൽ മാത്രം ഇത് ഉപയോഗിക്കാം, മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മാത്രം ഉപയോഗിക്കാം. തിരുവനന്തപുരം കൊല്ലത്തൊന്നും ബാസി സഖാവിന്റെ ഈ ഫോട്ടോ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഉപയോഗിക്കത്തില്ല. അവരങ്ങനെയാണ്. CPMന്റെ നമ്മൾ കേരളം മൊത്തം യാത്ര ചെയ്യുകയാണെങ്കിൽ, അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിക്കുകയാണെങ്കിൽ, അത് മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് കൂടുതൽ വോട്ടുള്ള സ്ഥലത്താണെങ്കിൽ അരിവാൾ ചുറ്റികയുടെ നിറം പച്ചയായിട്ട് ഞാൻ ഒരുപാട് അടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ട്രെയിനിൽ കാണുമ്പോഴത്തേക്ക് പച്ച അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ത് പറ്റിയെന്ന് ചോദിക്കും. നോക്കുമ്പം ഈ രണ്ട് മുസ്ലിം ലീഗിന്റെ ചിഹ്നത്തിനും പാകിസ്ഥാന്റെ കൊടിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരിവാൾ ചുറ്റികയിലും കോമൺ ആയിട്ടുള്ളത് നക്ഷത്രമാണല്ലോ. അപ്പോൾ നക്ഷത്രം നമുക്ക് പച്ചയാക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അതിനിടയ്ക്ക് ഈ യുദ്ധം കഴിഞ്ഞ ഉടനെ ചൈന 27 അരുണാചൽ പ്രദേശിലെ 27 സ്ഥലങ്ങളിലെ പേര് അവരുടെ സ്വന്തം ഭാഷയിലോട്ട് മാറ്റി. അതിനെപ്പറ്റി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോയിട്ട് ബാക്കിയുള്ള എല്ലാവരും അതിനെപ്പറ്റി അഭിപ്രായം പറയണം, പറഞ്ഞേ പറ്റുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. കാര്യം ചൈനയുടെ ഭാഗമായിട്ടാണ് അരുണാചലിനെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കരുതിയിരിക്കുന്നതെന്ന് വേണം പറയാൻ. കാര്യം അവരതിനെ പറ്റിയിട്ട് ഒന്നും പറയത്തില്ല. അരുണാചലിനെ പറ്റിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും പറയത്തില്ല. അത് ഇന്ത്യയുടേതാണെന്നും പറയത്തില്ല, ചൈനയുടേതാണെന്നും പറയത്തില്ല. അത് അരുണാചൽ നമുക്ക് വിലക്കപ്പെട്ട തന്നെയാണ്. അരുണാചലിനെ പറ്റിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും പറയത്തില്ല, ടിബറ്റിനെ പറ്റിയിട്ട് ഒന്നുമേ പറയത്തില്ല,
ദലൈലാമയെ പറ്റിയിട്ട് മിണ്ടത്തേയില്ല, അക്സായ് ചിന്നിനെ പറ്റിയിട്ട് ഒന്നും പറയത്തില്ല. എന്ത് ചോദിച്ചാലും പറയത്തില്ല, ശരിയെന്നും പറയത്തില്ല, തെറ്റെന്നും പറയത്തില്ല. പണ്ട് നമ്പൂരിപ്പാട് പറഞ്ഞതുപോലെ അവരവരുടേതെന്നും നമ്മൾ നമ്മുടേതെന്നും പറയുന്ന പ്രദേശങ്ങളാണ് ഇവയൊക്കെ. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ടിപ്പൊന്നും പറയേണ്ട കാര്യമില്ല. അത് ഇനി ഏതെങ്കിലും ഒരു പാർട്ടി കോൺഗ്രസ് ഏതെങ്കിലും ഒരു കാലത്ത് തീരുമാനിക്കും. അതുവരെ നമ്മൾ ഇതിനകത്ത് പാർട്ടിയുടെ നയങ്ങളൊന്നും പറയാനില്ല. ഇപ്പോൾ വാർത്തയിൽ പ്രാധാന്യം വന്നത് സെലിബി എന്ന് പറയുന്ന തുർക്കി കമ്പനിയാണ് ഇന്ത്യയിലെ 9ഓളം വിമാനത്താവളങ്ങളുടെ ഗ്രൗണ്ട് ഹാൻഡിലിങ്ങും മറ്റു അനുബന്ധ സർവീസുകളും നിയന്ത്രിച്ചിരുന്നത്. മീഡിയയിലുണ്ടായ ശക്തമായ ആവശ്യം കാരണം ഇന്ത്യ ഗവൺമെന്റ് ഇന്നലെ അത് നിരോധിച്ചു. ആ കമ്പനിക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് കൊടുത്തിട്ടില്ല. സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ലെങ്കിൽ അവർക്ക് എയർപോർട്ടുമായിട്ടുള്ള ബന്ധപ്പെട്ട യാതൊരു സർവീസുകളും നടത്താൻ സാധിക്കില്ല. മുമ്പ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് ചൈനീസ് ബന്ധമുള്ള ഒരു കൺസോർഷ്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ അന്നത്തെ പഴയ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണി സാറ് ആ കൺസോർഷ്യം വേണ്ടെന്ന് പറഞ്ഞു. അന്ന് ഇവിടെ പലരും ഉറഞ്ഞു തുള്ളി അത് പോട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇനി ഖൽബിലെ തുർക്കിയെ പറ്റിയിട്ടാണ്. ഖൽബിലെ തുർക്കിക്ക് ഇന്ത്യയിലെ വിമാനവുമായിട്ട് ബന്ധപ്പെട്ടതും നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടതും മറ്റനവധി വ്യാപാര താല്പര്യങ്ങളുണ്ട്. ഒത്തിരി ബിസിനസ്സുകൾ തുർക്കി ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. ഡിപ്ലോമാറ്റിക് ലൈനിൽ ഒരാളെ പുറത്താക്കുന്നതിന് മുമ്പ് അയാളെ അറിയപ്പെടുന്നത് അനഭിമതൻ എന്നാണ്. ഇംഗ്ലീഷിൽ പേഴ്സണൽ നോൺ ഗ്രാറ്റ എന്ന് പറയും. അതേപോലെ തുർക്കിയെ ഇന്ത്യ ഒരു അനഭിമത രാഷ്ട്രമായി പ്രഖ്യാപിച്ചിരിക്കുക. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഏജൻസിയുടെ ഒരു സെക്യൂരിറ്റി ക്ലിയറൻസ് കഴിഞ്ഞതോടെ, കാര്യം ഇന്ത്യയിലേക്ക് പറന്നിറങ്ങിയ ഓരോ ഡ്രോണും, കാര്യം ഇന്ത്യയുമായിട്ടുള്ള പാകിസ്ഥാന്റെ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചരക്ക് വിമാനം പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്തു. തുർക്കിയുടെ കപ്പലുകൾ ലാൻഡ് ചെയ്തു. ഇതെല്ലാം ഇന്ത്യ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കപ്പലുകളിലും ആ വിമാനങ്ങളിലും വന്ന ഡ്രോണുകളാണ് രാത്രിക്ക് രാത്രി പാകിസ്ഥാൻ ഇന്ത്യക്ക് മേലിൽ പ്രയോഗിച്ചത്. നമ്മൾ തുർക്കിയെ പറ്റിയിട്ടൊന്നും പറയാൻ പാടില്ല, കാര്യം അവിടെ നമുക്ക് വോട്ടുള്ള സ്ഥലമാണ്. തുർക്കി അധിക്ഷേപിച്ച് ഏതെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് പുറത്തു വന്നു? ഇല്ല. രണ്ട് മുന്നണികളിലെ നേതാവ് വരത്തില്ല. തുർക്കി എർദോഗാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വികാരപരമായ ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അവരൊന്നും മിണ്ടത്തില്ല. ഇപ്പൊ എന്തായാലും മോദി ഗവൺമെന്റിന്റെ വളരെ ദീർഘദർശനത്തോടെയുള്ള ഒരു നയമായിരുന്നു തുർക്കിയുടെ ഒരു സ്ഥാപനത്തിനുള്ള സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിക്കുന്നു. വരും ദിവസങ്ങളിൽ തുർക്കിയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ ഇന്ത്യ പുനഃപരിശോധിക്കുമെന്നും തുർക്കിക്കാർക്ക് ഇന്ത്യയിൽ വരാനുള്ള വിസ ഉൾപ്പെടെയുള്ളത് നിഷേധിക്കുമെന്നും, കാര്യം നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് ഏറ്റവും അപകടകരമായ ഒരു രാജ്യമായിട്ട് തുർക്കിയെ നമ്മൾ ഇതിനകം കണ്ടുപിടിച്ചു കഴിഞ്ഞു. തുർക്കിക്ക് ഇന്ത്യയിൽ വ്യവസായ താല്പര്യം മാത്രമല്ല ഉള്ളത്, തുർക്കിയുടെ തന്നെ പല സംവിധാനങ്ങളും ചാരപ്രവൃത്തികൾക്ക് ഉപയോഗിക്കപ്പെടാം. നിരോധിത വസ്തുക്കൾ വിമാനങ്ങൾക്ക് ഉള്ളിൽ പോകാനുള്ള സൗകര്യം കൊടുക്കാം. അങ്ങനെ ഒത്തിരി ഇന്ത്യയുടെ സെക്യൂരിറ്റി കൺസേൺ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ആദ്യമായിട്ട് ഒരു കമ്പനിയുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് ക്യാൻസൽ ചെയ്യുന്നത്. പകരം ഇന്ത്യയിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള എത്രയോ കമ്പനികളുണ്ട്, അവർക്ക് കൊടുക്കട്ടെ. അപ്പോ ഹിന്ദിയിൽ ഇനി വരാനുള്ളത് എർദോഗാൻ അദ്ദേഹത്തിന്റെ അനിയനെ പറ്റി ഓർക്കുന്നത് നല്ലതാണ്. മാലിയിലെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ പല പ്രാവശ്യം സന്ദർശിച്ചു, മോദിയെ കാണാൻ പല പ്രാവശ്യം അപേക്ഷിച്ചു. ആ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഏതായാലും മാലിയിൽ ഉള്ളതുപോലെ തന്നെ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു സവിശേഷ സ്ഥലമാണ് തുർക്കി. തുർക്കിയിലേക്കുള്ള മിക്കവാറും എല്ലാ ടിക്കറ്റുകളും ഹോട്ടൽ ബുക്കിങ്ങുകളും എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. നോർത്ത് ഇന്ത്യയിൽ അതൊരു തരംഗമാണ്. ബോയ്ക്കോട്ട് തുർക്കി എന്ന മുദ്രാവാക്യം ഹാഷ്ടാഗ് ഉയരുകയാണ്. നേരത്തെ ബോയ്ക്കോട്ട് മാലി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരൊറ്റ ഹാഷ്ടാഗിൽ മാലി എന്ന് പറയുന്ന രാഷ്ട്രം ഇന്ത്യയുടെ കാല് പിടിക്കേണ്ടി വന്നു.
അവരുടെ 4 മന്ത്രിമാർ അവർക്ക് പുറത്താക്കേണ്ടി വന്നു. ഒറ്റ ഹാഷ്ടാഗേ ഉള്ളൂ, ബോയ്ക്കോട്ട് മാലി എന്നൊരൊറ്റ ഹാഷ്ടാഗിൽ വന്നപ്പോഴത്തേക്ക് അവർക്ക് ഇന്ത്യയുടെ കാല് പിടിക്കേണ്ടി വന്നു. അതേപോലെ ഇന്ത്യ എങ്ങും പ്രചരിക്കുന്ന ഒരു ഹാഷ്ടാഗാണ് ബോയ്ക്കോട്ട് തുർക്കി. കേരളത്തിലെ മാധ്യമരംഗത്ത് അത് പറയാൻ മടിയുള്ള ഒരുപാട് പേരുണ്ടാവും. അവരെ കൂടെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ പറയുന്നത് ബോയ്ക്കോട്ട് തുർക്കി.